Hello everybody, I am Sarjas, your geography teacher again for you. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീസൺസിൻ്റെ ഫസ്റ്റ് പോർഷൻസ് കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞതാണ്. നിങ്ങൾ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടുഡേ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് അവർ ചാപ്റ്റർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ടൈം. ഇൻ്റർനാഷണൽ ടൈം, ലോക്കൽ ടൈം, സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഗ്രീൻവിച്ച് മീൻ ടൈം. ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന വളരെ കീ ആയിട്ടുള്ള ഈ ചാപ്റ്ററിൻ്റെ ഒരു പോർഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഹോപ്പ് യു ഫോളോ മീ ആൻഡ് എൻജോയ് അവർ ലാസ്റ്റ് ക്ലാസ്. ഞാൻ അങ്ങനെ കരുതട്ടെ, നിങ്ങളെല്ലാം സെറ്റായിട്ട് നിൽക്കുകയായിരിക്കും എന്ന് കരുതട്ടെ. ടൈം, ഗ്ലോബൽ ടൈം ഈസ് ദ കീ ഫാക്ടർ ഓഫ് ദിസ് ചാപ്റ്റർ. ഫസ്റ്റ്ലി ദ ലോക്കൽ ടൈം. ലോക്കൽ ടൈം ഡിസ്കസിങ് ദ ഫസ്റ്റ് പോർഷൻ. വാട്ട് ഈസ് ലോക്കൽ ടൈം? നമുക്കറിയാവുന്നൊരു കാര്യം, ഇൻ ആൻഷ്യൻ ടൈം, time is calculated based on the apex position of sun. Listen, time is calculated based on the apex position of sun. പണ്ട് കാലത്തെ ആളുകൾ, നമ്മൾ വളരെ പ്രായമുള്ള നമ്മളെ വീട്ടിലുള്ള ആളുകളോടൊക്കെ സമയം ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇലക്ട്രോണിക് ക്ലോക്കുകളൊന്നും നോക്കാൻ കഴിയാത്ത വളരെ സാധുക്കളായ പഴയ ആളുകൾ, അവരോട് നമ്മളിപ്പോൾ സമയം ചോദിച്ചാൽ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. നോർമലി അവർക്ക് ക്ലോക്കൊന്നും നോക്കാൻ കഴിയില്ല. അവർ നേരെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നമ്മുടെ നെറ്റിക്ക് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് പുറത്തേക്കായിരിക്കും അവർ നോക്കുക. നോക്കിയിട്ട് ഓൾമോസ്റ്റ് ടൈം അവർ പ്രഡിക്റ്റ് ചെയ്യും, അവർ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. എങ്ങനെ? ഹൗ ഇറ്റ്സ് പോസിബിൾ? എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ രീതിയിൽ പണ്ട് കാലത്ത് സമയം നോക്കിയിരുന്നത് സൺഡേ അപ്പെക്സ് പൊസിഷൻ നോക്കിയിട്ടായിരുന്നു പണ്ട് കാലത്ത് സമയം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. വെൻ സൺ ഈസ് ഓവർ ഹെഡ് ഇറ്റ് ഈസ് നൂൺ. നമ്മുടെ തലക്ക് മുകളിൽ സൂര്യനെത്തുമ്പോൾ ഉച്ചയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും, കണക്കാക്കും. അതുകൊണ്ട് തന്നെ പഴയ ആളുകൾ ഇപ്പോഴും നീളി നോക്കിയിട്ട് സൺഡേ പൊസിഷൻ നോക്കിയിട്ട് അവർ ഓൾമോസ്റ്റ് ടൈം പറയും. ദ ടൈം കാൽക്കുലേഷൻ ഈസ് നോൺ ആസ് ലോക്കൽ ടൈം. Listen me, local time is the time estimated at each place based on the apex position of sun. Remember, local time is the time estimated based on the apex position of the sun. സൂര്യൻ്റെ ഉച്ചസ്ഥാനം, അപ്പെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഉച്ചസ്ഥാനം, സൂര്യൻ്റെ ഉച്ചസ്ഥാനം നോക്കിയിട്ടായിരുന്നു പണ്ട് കാലത്ത് സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ലോക്കൽ ടൈം എന്ന് വിളിക്കാം. പ്രാദേശിക സമയമെന്ന് മലയാളത്തിലും പറയാം. വൺസ് മോർ, ടൈം ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ അപ്പെക്സ് പൊസിഷൻ ഓഫ് സൺ ഈസ് കോൾഡ് ലോക്കൽ ടൈം. ഓക്കെ? അങ്ങനെ ആവുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടല്ലോ അവിടെ, ഒരു സംശയത്തിന് സ്കോപ്പില്ലേ അവിടെ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ ലോക്കൽ ടൈം ആയിരിക്കുമോ? ബിക്കോസ് സൺഡേ പൊസിഷനകത്ത് ചെറിയ വേരിയേഷൻ ഉണ്ടാവില്ലേ? സോളാർ റേഡിയേഷൻ്റെ അവൈലബിലിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ലേ? ഷുവർ, ഡെഫിനറ്റ്ലി ഷുവർ. ദർ ആർ വേരിയസ് ലോക്കൽ ടൈം ഇൻ എ നാഷൻ, എസ്പെഷ്യലി ബിഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ. നമ്മളപ്പോഴുള്ള വലിയ നാഷനിൽ ഒരുപാട് ലോക്കൽ ടൈമിനുള്ള ചാൻസ് ഉണ്ട്. സിംപ്ലി വൺ എക്സാമ്പിൾ ഫോർ അരുണാചൽ പ്രദേശ്. നമ്മളെ നാഷൻ്റെ ഈസ്റ്റേൺ എൻഡ് പോർഷനിലുള്ളതാണെന്നറിയാം. ഈസ്റ്റേൺ എൻഡിൽ അരുണാചൽ പ്രദേശിലെ സമയം, നമ്മളെ സദേൺ എൻഡിലുള്ള കേരളയിലെ സമയവും ലോക്കൽ ടൈം ബേസ്ഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ടൈം ഡിഫറൻസ് ഹാപ്പൻസ്. ഇറ്റ്സ് എ പ്രോബ്ലം. ബിക്കോസ് സൺഡേ അപ്പെക്സ് പൊസിഷൻ നോക്കുമ്പോൾ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഈസ്റ്റിലായതുകൊണ്ട് അവർക്ക് വളരെ നേരത്തെ സൺറൈസ് കിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ ലോക്കൽ ടൈം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് സൺറൈസ് എത്തുന്നതിന് മുമ്പേ അവർക്ക് ഒന്നും കൂടി സ്ട്രോങ് റൈസ് എത്തി തുടങ്ങും. സോ ഇഫ് യു ഫോളോ ലോക്കൽ ടൈം, ഇറ്റ് ക്രിയേറ്റ് കൺഫ്യൂഷൻസ്. ഡെഫിനറ്റ്ലി ഇറ്റ് ക്രിയേറ്റ് കൺഫ്യൂഷൻസ്, പ്രോബ്ലംസ്. ദാറ്റ് ഈസ് വൈ നമ്മൾ ഈ ലോക്കൽ ടൈമിനെ ഒഫീഷ്യലി ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ പണ്ട് കാലത്ത് നമ്മൾ സയൻറ്റിഫിക് ടൈം കാൽക്കുലേഷനൊക്കെ വരുന്നതിൻ്റെ മുമ്പേ ലോക്കൽ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്.
If we follow local time, what type of problem experienced? Think. നമ്മൾ ലോക്കൽ ടൈം ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഒരു നാഷണൽ ലോക്കൽ ടൈം തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് വരാം? ഷുവർ, വൺ തിങ്, cannot prepare a railway timetable, railway timing. We cannot organize a national level examination here. And also TV programs, radio programs, എല്ലാത്തിൻ്റെയും ടൈമിംഗ് കൺഫ്യൂഷൻ ആവും. കാരണം ലോക്കൽ ടൈം വെച്ചിട്ട് ഒരു നാഷണൽ ലെവൽ പ്രോഗ്രാം നമുക്ക് സെറ്റ് ചെയ്യാനേ പറ്റില്ല. ദീസ് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ലോക്കൽ ടൈം ഫോളോവിങ് ഏരിയാസ്. ദിസ് ഈസ് വൈ വി കംപ്ലീറ്റ്ലി അവോയ്ഡ് ദ local time calculation these days. Okay, so remember, ഒരേ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇതിനകത്ത് ഉണ്ടാവേണ്ടത്, what is local time? Local time is the time estimated based on the apex position of sun. സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ട് സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ലോക്കൽ ടൈം എന്ന് പറയാം. ഓക്കെ, ലോക്കൽ ടൈം ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞ പുതിയൊരു സയൻറ്റിഫിക് കാൽക്കുലേഷൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. നൗഡേയ്സ് നമ്മളെല്ലാവരും വാച്ചിനകത്തും മൊബൈൽ ഫോണിനകത്തും ഒക്കെ ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ടൈമിങ്സ് ആണ്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം ആക്ച്വലി? ടു സോൾവ് ദ ഡിഫിക്കൽട്ടി ഓഫ് several local times, we follow standard time. Standard time means what? Standard time is the time each country consider the longitude that passes the middle of a country is their standard meridian. Each country consider the longitude passes middle of a country is their standard meridian. ഒരു നാഷനകത്ത് ഒരുപാട് ലോങ്ങിറ്റ്യൂഡ് പാസ് ചെയ്യുന്നുണ്ടാവും. ഷുവർ, ഇൻ ഇന്ത്യ, ലിസൺ ഹിയർ, ദീസ് ആർ ദ വേരിയസ് ലോങ്ങിറ്റ്യൂഡ് ടച്ചസ് passes through India. ഈ ലോങ്ങിറ്റ്യൂഡിനകത്ത് നമ്മൾ ഇന്ത്യയുടെ മിഡിൽ ലോങ്ങിറ്റ്യൂഡിലെ ടൈം എസ്റ്റിമേറ്റ് ചെയ്യുക ത്രൂ ഔട്ട് ഇന്ത്യ. മീൻസ് ഇന്ത്യയുടെ മിഡിൽ ലോങ്ങിറ്റ്യൂഡ് ഞാൻ ഈ വരച്ചതിനകത്ത് ഇതാണല്ലോ. ഇതുപോലെ ഒരു നാഷൻ്റെ മിഡിൽ ലോങ്ങിറ്റ്യൂഡിലെ ടൈം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം. മീൻസ് സ്റ്റാൻഡേർഡ് ടൈം ഈസ് ദ ടൈം, it is the time each country prepared consider their middle longitude. Each country consider their middle longitude. Okay, the local time at the standard meridian is standard time. This is India's standard meridian. Imagine, this is India's middle longitude. അപ്പോൾ ഒരു നാഷൻ്റെ മിഡിൽ ലോങ്ങിറ്റ്യൂഡിനെ നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് എടുത്തു. സ്റ്റാൻഡേർഡ് മെറിഡിയൻ, റിമെമ്പർ, സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഓക്കെ, സോ ദാറ്റ് ലോക്കൽ ടൈം ഓൺ ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ലോക്കൽ ടൈം അലോങ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് സ്റ്റാൻഡേർഡ് ടൈം. Standard time is local time along the standard meridian. Okay, standard meridian. What is standard meridian? Standard meridian means the middle longitude pass through a nation. Middle longitude pass through a nation is standard meridian. The local time on this meridian is standard time. Confusion വരരുത്. ഒരു നാഷൻ്റെ മിഡിലൂടെ പോകുന്ന ലോങ്ങിറ്റ്യൂഡിനെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഈ സ്റ്റാൻഡേർഡ് മെറിഡിയനിലെ ടൈമിനെയാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം. സോ ബേസ്ഡ് ഓൺ ദാറ്റ്, ലുക്ക് അറ്റ് ദ ഫിഗർ ഹിയർ. India's middle longitude. India's middle longitude is 82.5 degree east longitude. Listen, almost India's middle longitude is 82.5 degree east longitude. That longitude consider our nation's standard meridian. 82.5 degree east longitude consider India's standard meridian. So that hence local time along the 82.5 degree east longitude is Indian standard time.
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ IST എന്ന് പറഞ്ഞ് ഫോളോ ചെയ്യുന്ന നമ്മളെ വാച്ചിലെയും മൊബൈൽ ഫോണിലെയൊക്കെ ടൈമാണത്. ദാറ്റ് ടൈം ഈസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. വാട്ട് ഈസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം? The local time along 82.5 degree east longitude. Local time along 82.5 degree east longitude is Indian Standard Time. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ മിഡിലൂടെ പോകുന്ന ലോങ്ങിറ്റ്യൂഡ് 82.5 ഡിഗ്രി ഈസ്റ്റ് എന്ന് മറക്കരുത്. 82.5 വെസ്റ്റിലുണ്ട്. സോ 82.5 ഡിഗ്രി ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ് കൺസിഡർ ഇന്ത്യ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. Hence, the local time on 82.5 degree east longitude is Indian Standard Time. That is what is Indian Standard Time. Okay, clear? Once more, what is local time? Local time is the time prepared based on the apex position of sun, especially in olden days. Okay. What is standard time? Standard time is the longitude passes through the middle of a country is standard meridian. Longitude pass through the middle of a country is their standard meridian. Okay? India's standard meridian is 82.5 degree east longitude. So the local time on 82.5 degrees longitude is Indian Standard Time. Okay, dears, let's move on to the another time concept, GMT, Greenwich Mean Time. What is Greenwich line? As you studied your previous classes, you studied that Greenwich line. Look here. See the marked area in my globe. This black marked area, black dotted area in my globe is the Greenwich line. Greenwich line is the 0 degree longitude. We all know that Greenwich line is the 0 degree longitude. Okay, but here is the Greenwich Mean Time. GMT is the short form, Greenwich Mean Time. Okay, the time calculated worldwide based on Greenwich line, 0 degree longitude. ആഗോള സമയം, നമ്മൾ ഇൻ്റർനാഷണൽ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രീൻവിച്ച് ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, സോ ദാറ്റ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് പ്രൈം മെറിഡിയൻ. ലിസൺ മീ, ഗ്രീൻവിച്ച് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് പ്രൈം മെറിഡിയൻ. പ്രൈം മെറിഡിയൻ. Because why prime meridian? Because the worldwide time is calculated based on this line, Greenwich line. Okay, see, this is the Greenwich line, the middle one, 0 degree longitude, the middle of the earth, 0 degree longitude. That line is passed through the Greenwich city of London, UK. That's why got the name Greenwich line. Okay, come here. 0 degree longitude is Greenwich line. This line, based on Greenwich line, worldwide time is calculated. That is why this line is also known as prime meridian. Yeah. Then what is GMT? Greenwich Mean Time. Greenwich Mean Time is the local time on prime meridian. Listen me. Local time on prime meridian is Greenwich Mean Time. Local time on prime meridian. Local time on Greenwich line or local time on prime meridian is known as Greenwich Mean Time. Simply, it is the time of England now because that line passed through the UK. That is why Greenwich Mean Time is established. Okay, and also as we study another area, Indian Standard Time, IST. Indian Standard Time, IST is 5 hours 30 minutes ahead of GMT. Indian Standard Time, IST is
5 hours 30 minutes ahead of GMT. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ചിലെ സമയം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് മീൻ സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. അഹെഡ്, മുമ്പിലാണ്. നമ്മളിപ്പോഴത്തെ വാച്ചിലെ സമയം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കോട്ട് 5.5 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് GMT. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 5 hours 30 minutes ahead of GMT, Greenwich Mean Time. Okay, yes, let's solve it is in a simple formula. Listen me, നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു സിമ്പിൾ ഫോർമാറ്റിൽ തരാം, ഒരു ഇക്വേഷനിൽ തരാം. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST is equal to GMT, Greenwich Mean Time, plus 5 hours 30 minutes. Okay, it's a formula. And another one, GMT, നമുക്ക് ഓപ്പോസിറ്റിലും പറയാമല്ലോ. GMT is equal to IST minus 5 hours 30 minutes. ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതിയിട്ട് ഇതേപോലെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. നമുക്ക് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനും വേൾഡ് വൈഡ് ടൈമൊക്കെ ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാനും ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST is equal to Greenwich Mean Time plus 5 hours 30 minutes. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ടൈമിലേക്ക് 5 hours 30 minutes നമ്മൾ ആഡ് ചെയ്താൽ നമ്മുടെ ടൈം കിട്ടും, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. Same time the opposite one, Greenwich Mean Time is equal to Indian Standard Time minus 5 hours 30 minutes. നമ്മളെ സമയത്തിൽ നിന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് 5 hours 30 minutes നമ്മൾ ഡിഡക്റ്റ് ചെയ്താൽ, മൈനസ് ചെയ്താൽ ഗ്രീൻവിച്ച് മീൻ ടൈം കിട്ടുകയും ചെയ്യും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ടൈം കാൽക്കുലേഷൻ പ്രോബ്ലം, നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഫോളോ മീ. Okay, hope you follow and understand me. Greenwich Mean Time, that's only. Yes. For example, a question asking in this way. Find out IST when Greenwich Mean Time is 9 a.m. Friday. Maybe this type of question. Find out Indian Standard Time when Greenwich Mean Time is 9 a.m. Friday. Greenwich Mean Time വെള്ളിയാഴ്ച രാവിലെ 9 മണിയായിരിക്കുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയായിരിക്കും? That's the question. How can we solve that? Find out that. Very easy. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് വേണം. IST is equal to GMT, Greenwich Mean Time plus 5 hours 30 minutes. ഇത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. Remember, Indian Standard Time is calculated based on 82.5 degrees longitude. നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെന്നില്ല. ബട്ട് 82.5 degrees ലോങ്ങിറ്റ്യൂഡുള്ള ടൈമാണല്ലോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, നമ്മളോട് IST കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നു, IST ഫൗണ്ട് ആയിട്ട് ചെയ്യുന്നു GMT, Greenwich Mean Time 9 a.m. Friday പ്ലസ് 5 hours 30 minutes. നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. രാവിലെ 9 മണിയുടെ കൂടെ നമ്മൾ 5 hours 30 minutes ആഡ് ചെയ്യുന്നു. So the result, the answer is 2:30 p.m. Friday. അപ്പോൾ ഇന്ത്യയിൽ ഉച്ചയ്ക്ക് ശേഷം 2:30 മണിയായിരിക്കും. ഗ്രീൻവിച്ചിൽ ഫ്രൈഡേ മോർണിംഗ് 9 a.m. ആയിരിക്കുമ്പോൾ, അവിടെ രാവിലെ 9 മണിയായിരിക്കുമ്പം ഇന്ത്യൻ ടൈം ആഫ്റ്റർനൂൺ 2:30 p.m. ആയിരിക്കും ഫ്രൈഡേ തന്നെ. ദിസ് ഈസ് ദ ഈസി വേ. ആൻഡ് ഓപ്പോസിറ്റ് വേ, ഇറ്റ്സ് ആൻ അനദർ ഓപ്പോസിറ്റ് വേ. നമുക്കതിൻ്റെ ഓപ്പോസിറ്റ്ലി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓപ്പോസിറ്റ്ലി എങ്ങനെ?
Yeah. Second one. Find out GMT, Greenwich Mean Time, when Indian Standard Time is 5 p.m. Monday. Yes, Indian Standard Time തിങ്കൾ 5 മണിയായിരിക്കും by evening. Greenwich Mean Time എന്തായിരിക്കും? Same way, GMT is equal to, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞ GMT ആണ്. So the GMT is equal to IST minus 5 hours 30 minutes. ഇവിടെ മൈനസ് ആണ് യൂസ് ചെയ്യുന്നത്, റിമെമ്പർ ദാറ്റ്. So IST 5 p.m. Monday minus 5 hours 30 minutes എന്ന് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5 hours 30 minutes. So the answer is what? Very easy. The answer is 11:30 a.m. Monday. ക്വസ്റ്റ്യനിൽ ഡേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസറിലുണ്ടേ മതി, അതല്ലെങ്കിൽ ആൻസേഴ്സ് മാത്രം. This is a simple way to find out the difference between Indian Standard Time and Greenwich Mean Time. Let's move on to the last segment of our chapter, International Dateline. Have you heard about this dateline before? Yes, International Dateline. See the globe. What is International Dateline? It's a dateline, remember. Name indicate that date. 180-degree longitude in our globe is known as International Dateline. 180-degree longitude. 180-degree longitude is called International Dateline. 180-degree longitude is called as International Dateline. The main feature of this longitude is it's not a straight line. It's not a straight line. This longitude draws over oceans completely. It's looking like this way. This is the way that longitude is situating. It's not a straight line like other longitude. The normal longitude is in this way. In this way. But international dateline looks like this way, this shape. Why? International dateline is draws over the oceans, avoiding land masses. Why? Geographists very carefully draw this line over the globe and the maps, because if this line touches any landmass, it divides 24 hours time difference there. ഈ ലൈന് വരച്ചപ്പോൾ നേർരേഖയല്ലാതെ ഇതുപോലെ വരച്ചിരിക്കുകയാണ്. ഇറ്റ്സ് ആൻ എൻഡ് ലൈൻ situating just opposite side of Greenwich line. See, this is the Greenwich line, 0-degree longitude. Extreme opposite side is International Dateline. Look here. This is the shape of International Dateline. So International Dateline draws over oceans completely, avoiding landmass. Because this line touches any landmass, it divides 24 hours difference there. For example, it's a landmass. It's a landmass. ഇതൊരു ലാൻഡ് മാസ് ആണെന്ന് വിചാരിക്കുക. ഈ ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ്റെ രണ്ട് സൈഡിലുള്ളവരും 24 hours ടൈം ഡിഫറൻസ് വരും, 1 day ടൈം ഡിഫറൻസ്. If this line pass through any landmass, ഇത് ഏതെങ്കിലും കരയിലൂടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് വൈ ജോഗ്രഫിസ് വെരി കെയർഫുള്ളി ഈ ലൈനിനെ ഓഷ്യനെ മാത്രം നോക്കി ഓഷ്യൻ്റെ ടോപ്പിലൂടെ വരച്ചിട്ടുള്ളൂ. ഐലൻഡ്സിനെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട്. ഓഷ്യനകത്ത് ഐലൻഡ്സിന് ചാൻസ് ഉണ്ട്, പക്ഷെ ഐലൻഡ്സിനെ പോലും അവോയ്ഡ് ചെയ്തിട്ട് വെരി കെയർഫുള്ളി അവർ ഓഷ്യനിലൂടെ വരച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് വൈ ദിസ് ലൈൻ ഈസ് നോട്ട് എ സ്ട്രൈറ്റ് ലൈൻ. ഇതിങ്ങനെ ഈ ഒരു ലൈനിൽ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ്
പോകുന്ന ലൈനാണ്. ഓഷ്യനെ മാത്രം ലാൻഡ് വരുമ്പം അതിനെ കട്ട് ചെയ്തു ഇങ്ങനെ വരച്ചതുകൊണ്ട്. Okay, that's all the international date line. It's a 180-degree longitude. Remember, it's a 180-degree longitude. It's a date line situating just opposite side of the Greenwich line. Draws over oceans completely, avoiding landmass. It's not a straight line. That's all about the international date line. And before that, concluding, one more thing. This line draws over the ocean. So usually the travelers of ship travelers pass through there. Sure. So anyone cross this line? The travelers cross this line from the east. For example, sun east and west of our globe. The travelers who cross this line from the east, advancing one day. ഈസ്റ്റിലൂടെ വന്നിട്ട് ഈ ലൈൻ ക്രോസ് ചെയ്യുന്ന ആൾക്ക്, ത്രൂ ഓഷ്യൻ ക്രോസ് ചെയ്യുന്ന നാവിഗേറ്റേഴ്സിന് അഡ്വാൻസിങ് വൺ ഡേ, അവർക്കൊരു ഡേ കൂടി കലണ്ടറിൽ കിട്ടും. ദ ട്രാവലേഴ്സ് ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം ദ വെസ്റ്റ്, വെസ്റ്റിലൂടെ പോയി ഇതിനെ ക്രോസ് ചെയ്യുന്നവർക്ക് ലോസ് വൺ ഡേ ഇൻ ദെയർ കലണ്ടർ. അവർക്ക് കലണ്ടറിൽ ഒരു ഡേ ലോസ് ആവുകയും ചെയ്തു. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ബിക്കോസ് ദിസ് ലൈൻ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ സിറ്റുവേറ്റിംഗ് ദ 180-degree പൊസിഷൻ ഈസ് ആൻ എൻഡ് ലൈൻ, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് ലൈൻ. സോ ദാറ്റ് ദ ട്രാവലേഴ്സ് ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം ദ ഈസ്റ്റ് അഡ്വാൻസിങ് വൺ ഡേ, അവർക്കൊരു ഡേ അധികം കിട്ടും കലണ്ടറിൽ. ഒന്നും കൂടി ഞാൻ സിംപ്ലിഫൈ ചെയ്യാം. നോക്കുക, ഇപ്പോൾ ഇവിടെ ഫ്രൈഡേ, ഷുവർലി ഈ ലൈൻ്റെ ഇങ്ങേ ഭാഗം 24 hours, ഇവിടെ തേഴ്സ്ഡേ ആയിരിക്കുമല്ലോ. യെസ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്ന ആൾക്ക്, ഇപ്പോൾ ഫ്രൈഡേയിൽ നിന്ന് ഇതിലൂടെ വന്ന് ഈസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ആൾക്ക് ഇവിടെ തേഴ്സ്ഡേ തന്നെ ആയിരിക്കും. സോ അവർക്ക് വീണ്ടും ഫ്രൈഡേ കിട്ടും കലണ്ടറിൽ. തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തേഴ്സ്ഡേയിൽ നിന്ന് ഒറ്റ ചാട്ടം ഫ്രൈഡേയിലേക്ക് പോകേണ്ടി വരും. ദ ലോസ് വൺ ഡേ, അവർക്ക് കലണ്ടറിൽ ഒരു ഡേ ലോസ് ആവുകയും ചെയ്തു. ബിക്കോസ് അത് ടൈം കാൽക്കുലേഷൻ്റെ എൻഡ് ലൈൻ ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ദാറ്റ്സ് ഓൾ ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. വൺസ് മോർ, ഇറ്റ്സ് എ 180-degree longitude situating just opposite side of the Greenwich line. It's not a straight line. Draws completely over oceans, avoiding land masses. Because this line touches cross any land mass to create 24 hours time difference. Okay, that's all the international date line. Yes, come to the basic concepts of time calculation. നമ്മൾ എർത്ത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാനെടുക്കുന്ന ടൈം നമ്മൾ പഠിച്ചു. ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാനെടുക്കുന്ന ടൈം 24 hours. നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. 1 റൊട്ടേഷന് 24 hours. ഓക്കെ, 1 റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ കറങ്ങുന്നത് 360 degree ആണല്ലോ കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് പറയാം 360 degree കറങ്ങാൻ 24 hours വേണമല്ലോ. 360 degree കറങ്ങാൻ 24 hours വേണം. ഓക്കെ, 24 hours നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? 24 hours 24 into 60 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 1440 മിനിറ്റ്സ് എന്ന് നമുക്ക് കിട്ടും. 1440 മിനിറ്റ് എന്ന് കിട്ടും. എർത്ത് 360 degree റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടത് 24 hours. 24 hours is equal to 1440 minutes. Okay, easy. So 1 degree rotate ചെയ്യാൻ അപ്പോൾ എത്ര ടൈം എടുക്കും? Time needed for 1 degree rotation of Earth. Think that. Easy അല്ലേ നമുക്ക്? നമുക്ക് എന്ത് ചെയ്താൽ മതി? So the 1 degree rotation of Earth. എർത്തിൻ്റെ 1 degree rotation കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 1440 minutes divided by 360 ചെയ്താൽ മതിയല്ലോ. 1440 മിനിറ്റ് ആണ് 360 ഡിഗ്രിക്ക് വേണ്ടത്.
So 1440 minutes by 360. We can get the answer 4 minutes. So the answer is 1 degree rotation needed 4 minutes. എന്ന് പറഞ്ഞാൽ ഇയാൾ ജസ്റ്റ് ഒന്ന് ഇളകാൻ, നമ്മൾ 360 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങാം, മുഴുവൻ കറങ്ങാൻ. നമ്മൾ ഗ്ലോബ് പതുക്കെ ഒന്ന് ഇളകാൻ 1 degree മീൻസ് ജസ്റ്റ് ഒന്ന് ഇളകാൻ 4 minutes എടുക്കും എന്നർത്ഥം. 4 minutes required for 1 degree rotation of earth. That's the findings, mathematical findings. Okay. അപ്പോൾ 15 degree റൊട്ടേറ്റ് ചെയ്യാൻ എത്ര വേണം? 15 degree, 1 degreeക്ക് 4 minutes. So 15 degree റൊട്ടേഷൻ, എർത്ത് 15 degree റൊട്ടേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി നമുക്ക്? 15 into 4, 15 into 4 minutes, 15 into 4, 60 minutes. 60 minutes equal to 1 hour. So we can say 15 degree rotation of earth requires 60 minutes, 1 hour. എന്തിനാപ്പോൾ നമ്മൾ 15 degree എടുത്തത് എന്ന് നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടാവും മേ ബി. ബിക്കോസ് നമ്മളെ ഗ്ലോബിനകത്ത് ലോങ്ങിറ്റ്യൂഡ്സിനൊക്കെ വരച്ചിരിക്കുന്നത് 15 degree ഗ്യാപ്സിലാണ്, 15 degree ഇൻ്റർവെല്ലാണ് ലോങ്ങിറ്റ്യൂഡിനൊക്കെ വരച്ചിരിക്കുന്നത്. 15, നെക്സ്റ്റ് 30, 45, 60, 75, 90, ഇങ്ങനെ 180 വരെ പോകുന്നു. 1 സൈഡ്, അതർ സൈഡ് 2. അതുകൊണ്ട് നമ്മൾ 15 ഡിഗ്രീനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 60 minutes or 1 hour required to complete 15 minutes, 15 degree rotation of earth. This is the basics time calculation concept. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. 1 degree rotation requires 4 minutes. Remember, 15 degree rotation requires 1 hour, 60 minutes. One more thing there. Time increases towards the east and decreases towards the west. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളെ മനസ്സിൽ ഷുവറായിട്ട് ഉറപ്പിച്ച് വെക്കേണ്ട ഒരു കൺസെപ്റ്റും കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഫ്രം എനി ഡെഫിനിറ്റ് ലോങ്ങിറ്റ്യൂഡ് ടൈം ഇൻക്രീസസ് ടുവാർഡ്സ് ഈസ്റ്റ്, ടൈം ഡിക്രീസസ് ടുവാർഡ്സ് വെസ്റ്റ്. ഒരു ഡെഫിനിറ്റ് ലോങ്ങിറ്റ്യൂഡിൽ നിന്ന് ഈസ്റ്റിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ടൈം ആ ലോങ്ങിറ്റ്യൂഡിനേക്കാളും കൂടിക്കൊണ്ടിരിക്കും. ഒരു ഡെഫിനിറ്റ് ലോങ്ങിറ്റ്യൂഡ് നിങ്ങൾ വെസ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ടൈം കുറഞ്ഞുകൊണ്ട്. ദിസ് ഈസ് ദ ഫാക്ട്. ദിസ് ഈസ് അനദർ ബേസിക് ഫാക്ട് ഓഫ് ടൈം കാൽക്കുലേഷൻ. റിമെമ്പർ, ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് എ ലോങ്ങിറ്റ്യൂഡ്, 0 degree ലോങ്ങിറ്റ്യൂഡ്. ഇത് 0 degree ലോങ്ങിറ്റ്യൂഡ്. ഇവിടെ ഉണ്ട് 15 degree ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്. ഇവിടെ ഉണ്ട് 15 degree വെസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്. ലിസൺ, യെസ്, 0 degree ലോങ്ങിറ്റ്യൂഡിൽ 12 noon ആണ്, ഉച്ചക്ക് 12 മണിയാണ്. സോ ഇപ്പുറത്തേക്ക് ഈസ്റ്റിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ടൈം ഇൻക്രീസ് ചെയ്യും. 15 ഡിഗ്രിക്ക് 1 hour ഡിഫറൻസ് വരിക നമ്മൾ പഠിച്ചു, 15 degree റൊട്ടേഷന്. സോ ഇവിടെ അപ്പോൾ 1 PM ആയിരിക്കും ഉച്ചക്ക്. സെയിം ടൈം ഇപ്പുറത്ത് എന്തായിരിക്കും? അപ്പോൾ ടൈം ഡിക്രീസ്, വി മൂവ് ടുവാർഡ്സ് വെസ്റ്റ്. ഇവിടെ 11 AM ആയിരിക്കും. ദിസ് ഈസ് ദ തിങ്. ടൈം ഇൻക്രീസസ് ടുവാർഡ്സ് ഈസ്റ്റ്, ടൈം ഡിക്രീസസ് ടുവാർഡ്സ് വെസ്റ്റ്. ഇനി അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇനി അടുത്ത ലോങ്ങിറ്റ്യൂഡ് 30 degree ഈസ്റ്റ്. ഇവിടെ അപ്പോൾ 2 മണിയായിരിക്കും. ഇനി അടുത്ത ലോങ്ങിറ്റ്യൂഡ് 15 ഇൻ്റർവെല്ലാന്ന് പറഞ്ഞു, 45 degree ഈസ്റ്റ്. ഇവിടെ 3 PM ആയിരിക്കും. ഇപ്പുറത്തേക്കാണെങ്കിലോ 30 ഇവിടെയുണ്ട്, 30 degree വെസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്. ഇവിടെ 10 AM ആയിരിക്കും. ബാക്കോട്ട് ടൈം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ 45 degree വെസ്റ്റ്, ഇവിടെ 9 AM ആയിരിക്കും. This is another key fact of this chapter. From any definite longitudes, listen me. From any definite longitude, time increase towards east, time decrease towards west.
ഏതൊരു ഡെഫിനിറ്റ് ലോങ്ങിറ്റ്യൂഡിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം കൂടിക്കൊണ്ടിരിക്കും. ഇവിടത്തേക്കാളും നിങ്ങൾ പോകുന്ന ലോങ്ങിറ്റ്യൂഡിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ 12 മണി, ഇവിടെ നിങ്ങൾ പോകുന്നത് അങ്ങോട്ട്, ഇവിടത്തേക്കാളും ടൈം കൂടിക്കൊണ്ടിരിക്കും. ഇനി അസ്യൂം മൂവ് ടുവാർഡ്സ് വെസ്റ്റ്, ടൈം ഡിക്രീസസ്. ഓക്കെ, ഈ ഫാക്റ്റ് നിങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1-2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ യു ഫോളോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് മീ. യെസ്, നമ്മൾ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നു. വേൾഡ് വൈഡ് ടൈം കാൽക്കുലേഷൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലം നമ്മളിത് ബോർഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കതൊന്ന് കാണാം, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫൈൻഡ് ഔട്ട് ദ ടൈം ഓഫ് 45 ഡിഗ്രി ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ് വെൻ ഇറ്റ് ഈസ് 12 noon ഇൻ ഗ്രീൻവിച്ച് ലൈൻ. ഗ്രീൻവിച്ച് ലൈനിൽ ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഫൈൻഡ് ഔട്ട് ദ ടൈം ഓഫ് 45 ഡിഗ്രി ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്, 45 ഡിഗ്രി ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡിലെ ടൈം എന്തായിരിക്കും? അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഗ്രീൻവിച്ച് ലൈൻ 0 ഡിഗ്രി 12 noon, ദെൻ 45 ഡിഗ്രിയിലെ ടൈമാണ് നിങ്ങളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ആൻ ആൻസർ പോർഷൻ. ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 0 ഡിഗ്രിയും 45 ഡിഗ്രിയും തമ്മിലുള്ള ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ് ഈസ് 45 ഡിഗ്രി. അപ്പോൾ 0 ആണ് ക്വസ്റ്റ്യനിൽ തന്നത്, 45 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. സോ ഫസ്റ്റിൽ ഇത് ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു ലോങ്ങിറ്റ്യൂഡിൽ നിന്ന് അടുത്ത ലോങ്ങിറ്റ്യൂഡിലേക്കുള്ള ഡിഫറൻസ് 0ൽ നിന്ന് 45 കാണാൻ പറഞ്ഞത്. സോ 0യും 45യും തമ്മിലുള്ള ഡിസ്റ്റൻസ് 45 ഡിഗ്രി. ഓക്കെ, സോ ദ ടൈം ഡിഫറൻസ് ഫോർ 1 ഡിഗ്രി ഈസ് 4 minutes. ഓൾറെഡി ലേൺഡ് വൺ ആണ്. ടൈം ഡിഫറൻസ്, ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 degree റൊട്ടേഷൻ 4 minutes. സോ നമുക്കിവിടെ 45 ഡിഗ്രി ആണുള്ളത്. സോ ദ ടൈം ഡിഫറൻസ് ഫോർ 45 degree is equal to 45 into 4 minutes. 45 into 4 minutes. 45നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ യു ക്യാൻ ഗെറ്റ് ദ 180 minutes എന്ന് കിട്ടി. 180 minutes ആണ് ടൈം ഡിഫറൻസ് നമുക്ക് കിട്ടി. നമുക്ക് മിനിറ്റ്സ് അല്ല വേണ്ടത്, ഹവേഴ്സ് ആണല്ലോ. മിനിറ്റ്സ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പ്രയാസമാണ്. സോ വി കൺവേർട്ട് ദാറ്റ് മിനിറ്റ് ഇൻ ടു അവേഴ്സ്. മിനിറ്റിനെ അവേഴ്സിലേക്ക് മാറ്റാൻ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. സോ 180 minutes ഡിവൈഡഡ് ബൈ 60 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ മിനിറ്റിനെ ഹവേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടി 180യെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ദ റിസൾട്ട് ഈസ് 3 hours. 3 മണിക്കൂറെന്ന് നമുക്ക് കിട്ടും. ആൻസർ കഴിഞ്ഞിട്ടില്ല. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടൈം അറ്റ് ഗ്രീൻവിച്ച് പ്ലസ് ടൈം ഡിഫറൻസ്. ഗ്രീൻവിച്ചിലെ ടൈമിൻ്റെ കൂടെ പ്ലസ് ചെയ്യാനാണ് പറഞ്ഞത്. ബിക്കോസ് ഈസ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. ഈസ്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ, സോ പ്ലസ് ആണ് ചെയ്യേണ്ടത് നമ്മൾ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ടൈം ഇൻക്രീസസ് ടുവാർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഇവിടെ പ്ലസ് ആയിട്ട് ഗ്രീൻവിച്ച് ടൈം പ്ലസ് ടൈം ഡിഫറൻസ്. ടൈം ഡിഫറൻസ് 3 hours കിട്ടി. ഗ്രീൻവിച്ച് ടൈം 12 noon plus 3 hours time difference. So the answer is 3 p.m. Answer is 3 p.m. Very simple. So once again, question and find longitudinal difference, find out longitudinal difference. Second, the time difference, multiply longitudinal difference with the time difference. 45 into 4, 180. We convert that minute into hours. Again divide with 60. So the answer is 3 hours. Okay, the last step is we add that time difference with the Greenwich line. Time difference Greenwich line ഗ്രീൻവിച്ച് ടൈമുമായി ആഡ് ചെയ്യുന്നു. ഗ്രീൻവിച്ചിലെ ടൈം 12 നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ 12 കൂടെ നമുക്ക് കിട്ടിയ ടൈം ഡിഫറൻസ് പ്ലസ് ചെയ്യുന്നു. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ഇസ് ആൻ ആൻസർ 3 p.m. സെയിം ക്വസ്റ്റ്യന് നിങ്ങളോട് ഈസ്റ്റിന് പകരം വെസ്റ്റ് ലോങ്ങിറ്റ്യൂഡാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ 1 and only difference here, everything സെയിം. ഇവിടെ മൈനസ് എന്ന് മാത്രമാവും. ബിക്കോസ് ടൈം ഡിക്രീസസ് ടുവാർഡ്സ് വെസ്റ്റ്. അണ്ടർസ്റ്റാൻഡ്? ടൈം ഡിക്രീസസ് ടുവാർഡ്സ് വെസ്റ്റ്. അപ്പോൾ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യണം ലാസ്റ്റ് സ്റ്റെപ്പിൽ. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതിൽ ഈസ്റ്റ് ആയിരുന്നു, അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്തു.
This is the way we can solve any of the world's longitude time. You can easily find out the time of any nations from a definite longitude. It's an easy method. It's a mathematical method. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങളോട് ഇതിൻ്റെ ഒരുപാട് ഡയമെൻഷൻസ് എക്സാമ്പിൾസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. ഇത് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരുപാട് ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഞാനൊരു ഹോം വർക്ക്സ് അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം. ഇത് നോക്കി മനസ്സിലാക്കിയിട്ടുള്ളവർ ഷുവർലി ഒരു അസൈൻമെൻ്റ് ആയിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ട് ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. The question number 2 is find out time of 45 same question. Find out the time of 45-degree west longitude when 45-degree west longitude when Greenwich mean time is 2 a.m. When Greenwich mean time is 2 a.m. Find out the time of 45-degree west longitude. Okay? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വെക്കണം എന്നും കൂടി നിങ്ങളോട് അറിയിക്കുകയാണ്. നമ്മളോടിപ്പോൾ ക്വസ്റ്റ്യനകത്ത് നോർമലി ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും, ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് കരുതട്ടെ. നമ്മളോട് നേരെ അതിൻ്റെ എക്സ്ട്രീം ലോങ്ങിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ടൈം ഓഫ് (60° west longitude when it is 12 noon on Greenwich line. Find out the time of 60° west longitude when it is 12 noon on Greenwich line. This is a question. Remember, you can find out the time of 60° west longitude. They are given the Greenwich time. 12 noon is the Greenwich line. So firstly, we know that 0° longitude is the Greenwich line and its time is 12 noon. You can find out the time of 60° west longitude. Okay? What is the technique? Listen to me. This diagrammatic method, remember, is 0° longitude, and here is the almost 60° west longitude. 0° longitude has 12 noon. We can find out the 60° west longitude, time of 60° west longitude. Okay? 0° longitude, 12 noon. We can find out the time of 60° west longitude. Okay, first of all, we have to find out the distance, longitudinal distance from 0° to 60°. Are you clear? First of all, we have to find out the longitudinal distance or longitudinal difference from 0° to 60°. What it is? Sure, it is 60°. 0 to 60, 60° is the longitudinal difference. Okay? Listen. So the longitudinal difference is the longitudinal difference is 60°. The next is time difference. Time difference in 60°. Time difference 60° longitude is 60 into
4 minutes. എങ്ങനെയാണ് നമുക്ക് ആ 4 minutes കിട്ടിയത്? 4 minutes 1 degree റൊട്ടേറ്റ് ചെയ്യാൻ ഓൾറെഡി 4 minutes നീഡഡ്. നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് 1 degree എർത്ത് റൊട്ടേറ്റ് ചെയ്യാൻ 4 minutes വേണം. സോ 60 ഡിഗ്രിയിലെ ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻവിച്ചിനെ ബേസ് ചെയ്തുകൊണ്ട്. സോ 60 into 4 minutes. 60 into 4 multiply 6 into 4 24. So 240 minutes. You can get the 240 minutes. Okay, and we convert that minute into hours. 240 minute we can convert that minute into hours. എങ്ങനെ നമ്മളത് ചെയ്തിരുന്നത്? യെസ്, എങ്ങനെ ചെയ്യാം? യെസ്, 240 divided by 60 എന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിനെ മിനിറ്റിന് ഹവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ചെയ്യാം. 240 divided by 60. ഓക്കെ, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. 240 divided by 60 നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ ദ ആൻസർ ഈസ് 4 hours. 4 hours is the time difference. 4 hours is the time difference from Greenwich to 60 degree west longitude. Clear ആണല്ലോ? Okay, and therefore the last step and the final step is here. നമ്മൾ ഈ ഹവർ ഡിഫറൻസിനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. So the last very important step, listen me. Time at Greenwich minus, remember minus, why minus the? Because west longitude is the area, west longitude. So minus time at Greenwich minus time difference. Time at Greenwich minus time difference. Time at Greenwich നമുക്ക് ഓൾറെഡി അറിയാം, ക്വസ്റ്റ്യനിലുണ്ട് 12 noon minus time difference 4 hours. Okay, and the result is, what is the result? 12 noon minus 4 hours. 12 noon minus 4 hours is 8 AM. അപ്പോൾ 8 മണിയായിരിക്കും സമയം. The result is 8 AM. Answer is 8 AM. ഓക്കെ, ഇപ്പോൾ ഗ്രീൻവിച്ച് ലൈനിൽ 12 noon ആയിരിക്കുമ്പോൾ 60 degree വെസ്റ്റ് ലോങ്ങിറ്റ്യൂഡിൽ മോർണിംഗ് 8 ആയിരിക്കും, 8 AM ആയിരിക്കും. ദിസ് ഈസ് ദ വെസ്റ്റ് ലോങ്ങിറ്റ്യൂഡ് മെത്തേഡ്. ഈ 2 മെത്തേഡാണ് നമുക്കിതിനകത്ത് ചെയ്ത് പഠിക്കാനുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, ആൻസറിനകത്ത് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത് മാത്തമാറ്റിക്കലി പ്രോബ്ലം ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ജസ്റ്റ് ഡയഗ്രമാറ്റിക്കലി ഉള്ളൊരു മെത്തേഡ് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇറ്റ്സ് എ ഡയഗ്രമാറ്റിക് മെത്തേഡ്, വെരി ഈസി മെത്തേഡ്. മാത്തമാറ്റിക്കൽ സോൾവ് ചെയ്തവർക്കും അത് റെഡിയാണോ എന്ന് ചെക്ക് ചെയ്താൻ വേണ്ടി പറ്റും. ദാറ്റ്സ് എ ഡയഗ്രമാറ്റിക് മെത്തേഡ്. ലിസൺ മീ, ലിസൺ ദ ഡയഗ്രമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻസർ. 0 degree middle longitude, 0 degree. There is 12 noon നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈച്ച് 15 degree ലോങ്ങിറ്റ്യൂഡ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യാം. വെസ്റ്റ് ആണല്ലോ, അപ്പോൾ ഇങ്ങോട്ടേക്കാണ് നമുക്ക് വരേണ്ടത്. വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ദെൻ 15 degree, 30 degree, 45 degree west, and the next is 60 degree west. All these are the west longitude. 12 noon Greenwich time. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. As we move towards west, time decrease. Listen. As we move towards west, time decrease. നമ്മൾ വെസ്റ്റിലേക്ക് പോകുന്നതനുസരിച്ച് ടൈം കുറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 0 degree ലോങ്ങിറ്റ്യൂഡിൽ നിന്ന് വെസ്റ്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ 1 hour, എവറി 15 ഡിഗ്രിക്ക് 1 hour ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ 0 ഡിഗ്രിയിൽ 12 noon, ഇപ്പോൾ 15 degree വെസ്റ്റിൽ
ഷുവർ 11 AM ആയിരിക്കും. 30 ഡിഗ്രിയിൽ 10 AM ആയിരിക്കും. 45 ഡിഗ്രിയിൽ 9 AM ആയിരിക്കും. ആൻഡ് 60 ഡിഗ്രിയിൽ 8 AM ആയിരിക്കും. ഇതാണല്ലോ നമുക്ക് കിട്ടിയ ആൻസർ. നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്തപ്പോൾ കിട്ടിയ സെയിം ആൻസർ 60 ഡിഗ്രി 8 AM. ദിസ് ഈസ് ദ ഡയഗ്രാമാറ്റിക് മെത്തേഡ്. മാത്തമാറ്റിക്കലി പ്രോബ്ലം ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഇത് ആൻസർ ക്ലിയർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതേപോലെ ലൈൻ വരച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ നോർമലി ഇതേപോലെ അപ്പുറത്തേക്കും വരക്കാം. 15 ഡിഗ്രി ഈസ്റ്റ്, 30 ഡിഗ്രി ഈസ്റ്റ്, 45 ഡിഗ്രി ഈസ്റ്റ്, 60 ഡിഗ്രി ഈസ്റ്റ്, ഇങ്ങനെ അങ്ങോട്ടേക്കും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് ഈസ് മാത്തമാറ്റിക്കൽ വേ. ബിഗ് ലോങ്ങിറ്റ്യൂഡ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്തമാറ്റിക്കൽ മെത്തേഡ് ഈസ് ഐഡിയൽ. സോ അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്ക് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞാൻ 1-2 ഹോംവർക്ക് അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ബോർഡിൽ എഴുതി തരാം. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ നിന്ന്. നമ്മൾ ഈ 2 ഡയമെൻഷൻസും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ഹോംവർക്ക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസേഴ്സ് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. യെസ്, ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് GMT. When IST is GMT, Greenwich Mean Time. IST, Indian Standard Time. When IST is 8 AM Sunday. That's the first work. Find out GMT, Greenwich Mean Time. When IST is 8 AM Sunday. Number 2. Find out IST. Find out Indian Standard Time. Opposite കാണാൻ പറയും. When Greenwich Mean Time, GMT is 4 PM Tuesday. Remember, ക്വസ്റ്റ്യനകത്ത് ടൈമിൻ്റെ കൂടെ ഡേയും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസറിൽ മസ്റ്റായിട്ട് ഡേ ആഡ് ചെയ്യണം. നിങ്ങൾ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വിച്ച് ഡേ എന്നും കൂടി ആൻസറിൽ എഴുതണം. റിമെമ്പർ ദാറ്റ്. ഇഫ് ക്വസ്റ്റ്യനകത്ത് ഡേ ഉണ്ടെങ്കിൽ മാത്രം. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് out the time of 90 degree east longitude. Find out the time of 90 degree east longitude when it is 12 noon on Greenwich. When it is 12 noon on Greenwich line. ഈ 3 നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്തിട്ട് ഹോം അസൈൻമെൻ്റ് ആയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് ഈസ് ഓവർ, കംപ്ലീറ്റ്ലി ഓവർ. തിങ്സ് ടു റിമെമ്പർ ടുഡേയ്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഓടിച്ചു പോവാം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ലോക്കൽ ടൈം ഫസ്റ്റ്ലി, ലോക്കൽ ടൈം. Second, standard time. And the third is Indian Standard Time. 82.5 degree east longitude based our watch and mobile phone time, Indian Standard Time. And the fourth is Greenwich Mean Time. 0 degree longitude based time, Greenwich Mean Time. നമ്മൾ പഠിച്ചു. And International Date Line. 180 degree longitude International Date Line. നമ്മൾ പഠിച്ചു. And the last segment is the world time calculation is also over. World time calculation നമ്മൾ പഠിച്ചു. അതിൻ്റെ 2 dimensions പഠിച്ചു. East longitude time find out the time of west longitude. രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. So this is the things, major things to remember in this class, second part of our class. Okay, it's me Sarjas. See you again with next geography class. Goodbye.